ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്യൂവൽസിനെ പറ്റിയിട്ട് പറഞ്ഞു. ആ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കലോറിഫിക് വാല്യൂവിനെ പറ്റിയിട്ട് പറഞ്ഞു. കലോറിഫിക് വാല്യൂവിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലോറിഫിക് വാല്യൂസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലോറിഫിക് വാല്യൂസ്? ഹയർ കലോറിഫിക് വാല്യൂ ഉണ്ട്, ലോവർ കലോറിഫിക് വാല്യൂ ഉണ്ട്. അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വരിക. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലോറിഫിക് വാല്യൂസിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് കലോറിഫിക് വാല്യൂ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരിക്കും. അതായത് ഒരു ഫ്യൂവൽ തന്നിട്ടുണ്ട്, ഞാനൊരു ആഷ് തരികയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പോട്ടെ ആഷ് അല്ല, കൽക്കരി തരികയാണ് ഞാൻ നിങ്ങൾക്ക്, കൽക്കരി തരികയാണ്. നമുക്കറിയാം കൽക്കരി എന്ന് പറയുന്നത് ഒരു ഫ്യൂവലാണ്. ആ കൽക്കരിയുടെ കലോറിഫിക് വാല്യൂ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ആ കൽക്കരിയുടെ അല്ലെങ്കിൽ ഒരു ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. അതായത് കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കലോറിമീറ്റർ. സോ അതിലെ തന്നെ നമ്മൾ ബോംബ് കലോറിമീറ്റർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബോംബ് കലോറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കോമ്പോണൻസ് പറയുന്നുണ്ട്, പിന്നെ കാൽക്കുലേഷൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബോംബ് കലോറിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ബോംബ് കലോറിമീറ്റർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കൽക്കരിയുടെ കലോറിഫിക് വാല്യൂ നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. അപ്പം നിങ്ങൾ എന്തുത്തരം പറയണം? ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുമെന്ന് പറയണം. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. കഴിഞ്ഞ സെം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് കഴിഞ്ഞ സെം എക്സാമിന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. അതായത് നിങ്ങളോട് ബോംബ് കലോറിമീറ്ററിനെ പറ്റി എഴുതൂ എന്ന് പറഞ്ഞിട്ടല്ല ചോദ്യം ചോദിച്ചത്. പകരം സോളിഡ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വന്നത്. ഏതാണ്? ബോംബ് കലോറിമീറ്റർ ആണ് കേട്ടോ. അതായത് ബോംബ് കലോറിമീറ്റർ നമ്മൾ സോളിഡ് ഫ്യൂവൽസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിക്വിഡ്സിന്റെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എന്ത് തന്നെയായാലും സോളിഡ്സിന്റെ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ സോളിഡ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബോംബ് കലോറിമീറ്റർ എന്ന് കൂടി നിങ്ങളുടെ മനസ്സിലൊന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? സോ കഴിഞ്ഞ സെമ്മിൽ അതൊരു കുറച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ബോംബ് കലോറിമീറ്റർ എന്ന് മാത്രമാണ് പഠിച്ച് വന്നത്. സോ ചോദ്യത്തിൽ ചോദിച്ചത് ഇങ്ങനെ ബോംബ് കലോറിമീറ്ററിനെ പറ്റി എഴുതൂ എന്ന് പറഞ്ഞിട്ടേ വന്നിട്ടില്ല, ബോംബ് കലോറിമീറ്ററിനെ പറ്റിയിട്ടേ സംസാരിച്ചിട്ടില്ല. പകരം സോളിഡ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്, അതേപോലെ തന്നെ പാർട്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് കൽക്കരിയുടെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യുന്നത്. അപ്പം കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? അതായത് ഒരു ഫ്യൂവല് കത്തിക്കുക, ആ കത്തിച്ചിട്ടാകുമ്പോൾ ആ ഫ്യൂവല് എന്ത് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കണം, എന്ത് ചെയ്യണം? കൽക്കരിയുടെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യണമെങ്കിൽ കൽക്കരി നമ്മൾ കത്തിക്കണം, ആ കൽക്കരിയുടെ ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യണം. ആ ഹീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം അല്ലേ? സോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോംബ് കലോറിമീറ്റർ ഉപയോഗിക്കാം. ഈ ബോംബ് കലോറിമീറ്ററിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിന്റെ ഓരോ പാർട്സും ഒന്ന് നോക്കി വെച്ചേ. ബെക്ക്മാൻസ് തെർമോമീറ്റർ എന്തിനായിരിക്കും? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. ഇലക്ട്രോഡ്സ് ടു വിച്ച് എ റിംഗ് ഈസ് അറ്റാച്ച്ഡ്, ഇലക്ട്രോഡ്സ് ഉണ്ട്. മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഉണ്ട്. മെഗ്നീഷ്യം ഫ്യൂസ് വയർ എന്തിനായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വെയ്ഡ് പാലറ്റ് ഓഫ് ഗിവൺ ഫ്യൂവൽ സാമ്പിൾ ഉണ്ട്. എയർ ജാക്കറ്റ് ഉണ്ട്, വാട്ടർ ജാക്കറ്റ് ഉണ്ട്. അതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിറർ ഉണ്ട്, പറഞ്ഞുതരാം. കോപ്പർ കലോറിമീറ്റർ ഉണ്ട്. കോപ്പർ കലോറിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൂസിബിൾ ഉണ്ട്. അപ്പൊ ഇത്രയും പാർട്സ് ഒന്ന് നോക്കുക. ഇത് വരക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം എക്സാമിന് ചോദിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാ പാർട്സും ഒന്ന് നോക്കി വെച്ചേ. ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉണ്ട്, പിന്നെ ഇലക്ട്രോഡ്സ് വെച്ച് റിംഗ് ഈസ് അറ്റാച്ച്ഡ്, മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഉണ്ട്, വെയ്ഡ് പാലറ്റ് ഓഫ് ഗിവൺ ഫ്യൂവൽ സാമ്പിൾ, അതേപോലെ തന്നെ എയർ ജാക്കറ്റ് ഉണ്ട്, വാട്ടർ ജാക്കറ്റ് ഉണ്ട്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിറർ ഉണ്ട്, കോപ്പർ കലോറിമീറ്റർ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൂസിബിൾ ഉണ്ട്. ഓക്കെ ആണല്ലോ?
സോ ഇതിലെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞു സോളിഡ് ഫ്യൂൽസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ ഒരു ബോംബ് കലോറിമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ ഇമാജിൻ ചെയ്യേ, അതായത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. ബോംബ് കലോറിമീറ്ററിലുള്ള പാർട്സ് ആണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിലാണ് നമ്മൾ ഫ്യൂവൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നോക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ്. ആ ഫിഗറിൽ എല്ലാവരും ഒന്ന് നോക്കിയേ, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഫിഗർ നോക്കിയാൽ മാത്രം മതി നിങ്ങൾ. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ആ ഫിഗർ എല്ലാവരും നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫ്യൂവല് ഇട്ട് വെക്കുന്നത്. ഓക്കെ ആണ്. എന്നിട്ടോ ഈ ഫ്യൂവല് നമുക്ക് കത്തിക്കണം. കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ മെഗ്നീഷ്യം ഫ്യൂസ് വയർ കൊടുത്തിട്ടുണ്ട്. മെഗ്നീഷ്യം ഫ്യൂസ് വയർ ആണ് സ്പാർക്ക് കൊടുത്തിട്ട് ഈ ഒരു ഫ്യൂവലിനെ കത്തിക്കുന്നത്. അപ്പം എന്തായി, കത്താൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ കത്താൻ വേണ്ടിയിട്ട് അവിടെ ഓക്സിജന്റെ പ്രസൻസ് വേണം. അങ്ങനെ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓക്സിജൻ വാൾവ് ഉണ്ട്. കാരണം ഇതൊക്കെ അടച്ചു വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ ഒരു അടച്ചു വെച്ചതിന്റെ ഉള്ളിൽ ഓക്സിജൻ എത്തണമെങ്കിൽ നമ്മൾ ഓക്സിജൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വാൾവ് ഉണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളായി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബുണ്ട്. പിന്നെ ഇലക്ട്രോഡ്സ് ഒരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോഡുമായിട്ട് മെഗ്നീഷ്യം ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ആണ് ഇത് ഫ്യൂവൽ കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പാർക്ക് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ ആണ്. അപ്പം ഇപ്പൊ എന്തായി, ഫ്യൂവൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിനെ തന്നെ നോക്കിയിരിക്കുക. ഫ്യൂവൽ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്യൂവൽ കത്തുമ്പം ഹീറ്റ് ലിബറേറ്റ് ആവുന്നുണ്ട്. ഫ്യൂവലിന് ഹീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ തൊട്ട് പുറത്തായിട്ട് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തൊട്ട് പുറത്തായിട്ട് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആ ഫിഗർ നിങ്ങൾ നോക്കുക. ആ വെള്ളത്തിനെ കവർ ചെയ്തുകൊണ്ട് കോപ്പർ കലോറിമീറ്റർ ഉണ്ട്. എങ്ങനെ നോക്കുക. നിങ്ങൾ ഈ മൗസ് നിങ്ങൾ കാണുന്നുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ പുറത്തായിട്ട് വെള്ളമുണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് കോപ്പർ കലോറിമീറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കുക, ഈ വെള്ളത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉണ്ട്. ഒന്നുമില്ല, തെർമോമീറ്റർ ആണത്. പിന്നെ ഈ വെള്ളത്തിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിററും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക. അപ്പം ഫ്യൂവൽ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹീറ്റ് ലിബറേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഒരു ഫ്യൂവല് കത്തിയിട്ടുണ്ടാകുന്ന ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യും? പുറത്തുള്ള വെള്ളം അബ്സോർബ് ചെയ്യും. അല്ലേ? സിമ്പിളാണ് കാര്യം. അതായത് ഈ ഫ്യൂവല് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്യൂവല് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പുറത്തോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പം ഇപ്പോൾ ഉള്ള ആ ഒരു ഫ്യൂവല് കത്തിയിട്ടുണ്ടാകുന്ന ഹീറ്റും വെള്ളം അബ്സോർബ് ചെയ്ത ഹീറ്റും സെയിം ആയിരിക്കും. ഓർക്കണം. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരും. വെള്ളം എല്ലായിടത്തും ഒരുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യോ? ഇല്ല. സോ അതിനെ നമുക്ക് യൂണിഫോം ആക്കണം, അല്ലേ? വെള്ളത്തിന്റെ ഹീറ്റ് എല്ലായിടത്തും ഒരുപോലെ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ്, വെള്ളത്തിനെ ഒന്ന് ഇളക്കാനാണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിറർ ഉപയോഗിക്കുന്നത്. ഓക്കെയാണ്. ആ ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പം എന്നിട്ട് വെള്ളമെല്ലാം ഒന്ന് മിക്സ് ആക്കി എല്ലാം ഇളക്കി വെള്ളത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഹീറ്റായി. ആ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? അതായത് ഫ്യൂവല് കത്തിയിട്ടുണ്ടാകുന്ന ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന, ഹീറ്റ് റിലീസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫ്യൂവലായിട്ട് നമ്മൾ സോളിഡ് ഫ്യൂവലാണ്. അപ്പോൾ ഒരു ഫ്യൂവല് നമ്മൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിൻ്റെ ഉള്ളിൽ എടുത്തു. അത് എന്നിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഗ്നീഷ്യം ഫ്യൂസ് വയറുണ്ട്, പിന്നെ ഇലക്ട്രോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കത്തുകയാണ്. അപ്പം ഈ കത്തുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്യൂവൽ കത്തിയിട്ടുണ്ടാകുന്ന ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യും? ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന് പുറത്തുള്ള വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഹീറ്റ് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റിറർ ഉപയോഗിച്ച് വെള്ളത്തിനെ ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ ഹീറ്റ് എല്ലായിടത്തും യൂണിഫോം ആകും. അപ്പം അതിൻ്റെ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഈ ഹീറ്റ് തന്നെ ഈ വെള്ളം കലോറിഫിക് മീറ്റർ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും പിന്നീട് പുറത്തോട്ടേക്ക് ഹീറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ വല്ല കുറച്ച് ഹീറ്റ് പുറത്തോട്ടേക്ക് പോയാലോ എന്ന് കരുതിയിട്ട് അവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉണ്ട്. ഒരു കവറിങ് പോലെ
ഇതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും പുറത്തോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ബാക്കി നമ്മൾ ഇനി വിശദമായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവിടത്തേക്ക് വരാം. അതായത് ഇവിടെ നിങ്ങൾ ഓരോ പോയിന്റ് നോക്കുക. എ നോൺ എമൗണ്ട് ഓഫ് ഫ്യൂൽ ഈസ് ബേൺഡ് ഇൻ എക്സസ് ഓഫ് ഓക്സിജൻ ആൻഡ് ദ ഹീറ്റ് ലിബറേറ്റഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ എ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ദിസ് ഹീറ്റ് ലിബറേറ്റഡ് ഈസ് മെഷേർഡ് ബൈ നോട്ടിംഗ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പറഞ്ഞു ഹീറ്റ് ലിബറേറ്റഡ് ബൈ ഫ്യൂൽ ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വാട്ടർ ആൻഡ് ദ കലോറിമീറ്റർ. അതും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇതിന്റെ കോമ്പോണൻസ് നോക്കാം. ബോംബ് കലോറിമീറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ് എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്ട്രോങ് സിലിണ്ടറിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽ ഇൻ വിച്ച് കമ്പഷൻ ഓഫ് ഫ്യൂൽ ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിന്റെ ഉള്ളിലാണ് കമ്പഷൻ നടക്കുന്നത് ഫ്യൂവലിന്റെ. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഗ്ലാസ് ടൈറ്റ് ലിഡ്. അതായത് നമ്മൾ പറഞ്ഞു ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ്സ് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ വരാൻ വേണ്ടിയിട്ട് ഒരു വാൾവ് കൂടിയുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രോഡ്സിന്റെ കാര്യം പറഞ്ഞു. 2 ഇലക്ട്രോഡ്സ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിലേക്കായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതൊരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ വൺ ഓഫ് ദ ഇലക്ട്രോഡ്സ് എ സ്മോൾ റിംഗ് ഈസ് അറ്റാച്ച്ഡ് വിച്ച് സപ്പോർട്ട്സ് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൂസിബിൾ. അതൊന്നുമില്ല. ആ ഒരു ഇലക്ട്രോഡിന്റെ ഒരു ഇലക്ട്രോഡിൽ ഒരു ചെറിയൊരു സ്മോൾ റിംഗ് പോലത്തെ ഉള്ളൊരു സാധനം കൂടി ഉണ്ട്. പിന്നെ മെഗ്നീഷ്യം ഫ്യൂസ് വയർ. അതെന്ന് പറഞ്ഞാൽ ഫ്യൂവല് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളതാണ് കോപ്പർ കലോറിമീറ്റർ. അതായത് കോപ്പർ കലോറിമീറ്റർ ആണ് കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യുന്നത്. പിന്നെ ദ ബോംബ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കോപ്പർ കലോറിമീറ്റർ കണ്ടെയ്നിങ് എ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ആൻ ഇലക്ട്രിക് സ്റ്റിറർ ആൻഡ് ബെക്ക്മാൻസ് തെർമോമീറ്റർ. നമ്മൾ പറഞ്ഞു ഈ ഒരു വെള്ളത്തിൽ എന്തുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒരു ബെക്ക്മാൻസ് തെർമോമീറ്റർ ഉണ്ട്, ഇലക്ട്രിക് സ്റ്റിറർ ഉണ്ട്. തെർമോമീറ്റർ സാധാ തെർമോമീറ്റർ തന്നെയാണ്, അതിൻ്റെ ഒരു പേര് വ്യത്യാസം എന്നേ ഉള്ളൂ, ബെക്ക്മാൻസ് തെർമോമീറ്റർ. ഓക്കെ ആണല്ലോ. പിന്നെ അതിന് പുറത്തായിട്ട് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉണ്ട്. എന്തിനാണത്? കോപ്പർ കലോറിമീറ്റർ ഈസ് സറൗണ്ടഡ് ബൈ ആൻ എയർ ജാക്കറ്റ് ആൻഡ് എ വാട്ടർ ജാക്കറ്റ് ടു പ്രിവെന്റ് ഹീറ്റ് ലോസ് ഷോയിങ് അല്ലെങ്കിൽ ഓയിങ് ടു റേഡിയേഷൻ. ഓയിങ്ങോ? അതെന്താണ് ഓയിങ്? ഓയിങ് എന്ന് ചിലപ്പം ഞാൻ മാറി ടൈപ്പ് ചെയ്തതായിരിക്കാം. ഒന്നുമില്ല, ഹീറ്റ് ലോസ് ഡ്യൂ ടു റേഡിയേഷൻ. ഓയിങ് എന്നുള്ള കാര്യം നമ്മുടെ വേണ്ട കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Copper calorimeter is surrounded by an air jacket and a water jacket to prevent heat loss due to radiation. അതായത് റേഡിയേഷൻ കാരണം നഷ്ടമാകുന്ന ഹീറ്റ് ഉണ്ടാവുമല്ലോ, അതുകൂടി സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉപയോഗിക്കുന്നത്. ഓക്കെയാണ്. ഇനിയിപ്പം ബോംബ് കലോറിമീറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്തിനാണ് ബോംബ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത്? ബോംബ് കലോറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ബോംബ് കലോറിമീറ്ററിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? ബോംബ് കലോറിമീറ്ററിന്റെ ഫിഗർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വർക്കിംഗ് ഓഫ് ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കുക. ബോംബ് കലോറിമീറ്റർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിലായിട്ട് ഫ്യൂവൽ ഇട്ട് വെക്കുന്നു. ആ ഫ്യൂവല് തോന്നിയ പോലെ ഒരുപാടൊന്നും ഇട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് ഒരു 0.5 1 അല്ലെങ്കിൽ ഒരു 0.5 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 1 ഗ്രാമോ ഫ്യൂവല് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിൽ എടുത്തു വെച്ചു. എന്നിട്ടോ എ ഫൈൻ മെഗ്നീഷ്യം വയർ ടച്ചിങ് ദ ഫ്യൂവൽ സാമ്പിൾ ഈസ് ദെൻ സ്ട്രെച്ചഡ് അക്രോസ് ദ ഇലക്ട്രോഡ്സ്. About 10 milliliter of distilled water is introduced into the bomb to absorb vapors of sulfuric acid and nitric acid formed during combustion, and the lid of the bomb is tightly closed. The bomb is filled with oxygen at 25 atmosphere pressure and placed in the copper calorimeter containing a known weight of water. എന്തൊക്കെ മനസ്സിലായോ? ഇല്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 0.5 അല്ലെങ്കിൽ ഒരു 1 ഗ്രാം ഫ്യൂവൽ നമ്മൾ ബോംബ് കലോറിമീറ്ററിന്റെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉള്ളിലായിട്ട് എടുത്തു വെച്ചു. ഇതാ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിലായിട്ട് ഒരു 0.5 0.1 ഗ്രാം ഫ്യൂവല് നമ്മൾ എടുത്തു വെച്ചു. എന്നിട്ടോ ഈ ഫ്യൂവലുമായിട്ട് മെഗ്നീഷ്യം ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. മെഗ്നീഷ്യം ഫ്യൂസ് വയർ 6 ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോഡ് 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, അതായത് മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോഡ് 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മെഗ്നീഷ്യം ഫ്യൂസ് വയറിലേക്ക് ചാർജ് വരികയാണ്. മെഗ്നീഷ്യം ഫ്യൂസ് വയർ കത്തിക്കും. എന്തിനെ? ഫ്യൂവലിനെ കത്തിക്കും. അത് ഓക്കെയാണ്. അപ്പം ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു, ഹീറ്റ് പുറത്തോട്ടേക്ക് വന്നു. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഉണ്ട്. ആ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തു. ആ വെള്ളത്തിനെ എന്ത് ചെയ്തു? ഈ ഒരു സ്റ്റിറർ ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും യൂണിഫോം ആക്കി ഒന്ന് മിക്സ് ആക്കി നിർത്തി. അപ്പം ഈ വെള്ളം എത്രയാണ് എടുക്കുന്നതെന്ന് നമുക്കറിയണം. ഏകദേശം 10 milliliter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ബോംബ് ടു അബ്സോർബ് വേപ്പേഴ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ഫോംഡ് ഡ്യൂറിംഗ് കമ്പഷൻ.
അതായത് ഏകദേശം 10 മില്ലി ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഓക്സിജൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഈ ബോംബ് കലോറിമീറ്ററിലേക്ക് അതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിലേക്ക് ഓക്സിജൻ വാൾവ് കൊടുത്തിട്ടുണ്ട്. ആ ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത് 25 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. 25 അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഓക്സിജനെയാണ് നമ്മൾ കടത്തിവിടുന്നത് എന്ന് കൂടി ഓർക്കുക. ഓക്കെ ആണല്ലോ. സോ എന്ത് കൂടി മനസ്സിലാക്കുക, നമ്മൾ ആദ്യം ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ബോംബ് കലോറിമീറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇനിയിപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് കൽക്കരി തരികയാണ്. കൽക്കരി തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇതിൻ്റെ കലോറിഫിക് വാല്യൂ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് പറഞ്ഞതാണെന്ന് ഞാൻ പറയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കൽക്കരി എടുക്കുക. കൽക്കരി എടുത്തിട്ട് ബോംബ് കലോറിമീറ്ററിന്റെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബിന്റെ ഉള്ളിൽ ഇട്ട് വെക്കുക. എത്ര കൽക്കരി, 0.5 അല്ലെങ്കിൽ 1 ഗ്രാമോ കൽക്കരി എടുത്തിട്ട് അതിലിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് അടച്ച് ടൈറ്റലാക്കി വെച്ച് സെറ്റാക്കി വെക്കുക. കൂടാണ്ട് എന്ത് ചെയ്യുക, നമ്മളെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം 10 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്നിട്ട് ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ആദ്യം ഒന്ന് മെഷർ ചെയ്യുക. ഇപ്പൊ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ, ഫ്യൂൽ ഒന്നും കത്തിച്ചില്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫ്യൂൽ ഇട്ട് വെച്ചു, വെള്ളമൊക്കെ 10 മില്ലി ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു, എല്ലാം സെറ്റാക്കി വെച്ചു, മൂടി അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോക്കുക. ആദ്യം ഇനീഷ്യൽ ടെമ്പറേച്ചർ നോക്കുക. എന്നിട്ടാകുമ്പം ഞാൻ ഈ ഒരു ഇലക്ട്രോഡ് 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ഫ്യൂസ് വയർ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂൽ കത്തിച്ചു കഴിഞ്ഞു. കത്തിച്ചിട്ടാകുമ്പം ഫ്യൂൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു, ആ ഹീറ്റ് വാട്ടർ അബ്സോർബ് ചെയ്തു. എന്നിട്ട് ആ വാട്ടർ ഒന്ന് മിക്സ് ആക്കിയിട്ടാകുമ്പം ആ വാട്ടറിന്റെ ഹീറ്റ് ഞാൻ മെഷർ ചെയ്തു. ഇത് രണ്ടാമത്തെ ടെമ്പറേച്ചറാണ്. സോ ആദ്യം നമ്മൾ വാട്ടറിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ നമുക്ക് T1 എന്ന് വെറുതെ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഫ്യൂല് കത്തിക്കഴിഞ്ഞിട്ടാകുമ്പം ഫ്യൂല് ലിബറേറ്റ് ചെയ്ത ഹീറ്റ് വെള്ളം അബ്സോർബ് ചെയ്തു. ആ രണ്ടാമത് അബ്സോർബ് ചെയ്തു, അതായത് ഫ്യൂല് കത്തിക്കഴിഞ്ഞിട്ട് റിലീസായ ഹീറ്റ് വാട്ടർ അബ്സോർബ് ചെയ്തു, വെള്ളം അബ്സോർബ് ചെയ്തു. ആ വെള്ളത്തിന് ഇപ്പം ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ആ രണ്ടാമതുള്ള ടെമ്പറേച്ചറിനെ T2 എന്ന് ഞാൻ മെഷർ ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഓക്കെയാണ്, ഈ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമുക്ക് കാൽക്കുലേഷൻ ആണ് വേണ്ടത് അല്ലെ. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മെഷർ ചെയ്തു, വെള്ളത്തിന്റെ ആദ്യത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്തു, രണ്ടാമത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്തു. ഓക്കെ ആണല്ലോ. സോ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, 10 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ ആണ് കലോറിമീറ്ററിന്റെ ഉള്ളിലായിട്ട് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഏകദേശം ഒരു എമൗണ്ട് ഓഫ് ഫ്യൂവൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വെയിറ്റ് ഓഫ് ഫ്യൂവൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം 0.5 അല്ലെങ്കിൽ 1 ഗ്രാം തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫ്യൂവലിന്റെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എത്രത്തോളം ഫ്യൂവലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ നോർമലായിട്ട് 0.5 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം എടുക്കുന്നു എന്ന് പറയുന്നതാണ്. അത് ചിലപ്പം വാരി ചെയ്യാം. ഓക്കെ ആണ്. അപ്പം ആ ഫ്യൂവലിന്റെ വെയിറ്റ് നമ്മൾ അറിയാം. പിന്നെ വെള്ളത്തിന്റെ എത്ര ലിറ്റർ ആണ്, മില്ലി ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം. വെള്ളത്തിന്റെ ആദ്യത്തെ ടെമ്പറേച്ചർ T1 നമുക്കറിയാം, രണ്ടാമത്തെ ടെമ്പറേച്ചർ നമുക്ക് T2 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാം. ആദ്യം നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ ആണ് മെഷർ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു ഫ്യൂവൽ സാമ്പിളിന്റെ മാസ് നമുക്കറിയാം, അതിനെ നമ്മൾ X എന്ന് റെപ്രസെന്റ് ചെയ്തു. നമ്മൾ കലോറിമീറ്ററിലുള്ള വെള്ളത്തിന്റെ മാസ് നമുക്കറിയാം, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. പിന്നെ കലോറിമീറ്ററിനുള്ളിലുള്ള വെള്ളത്തിന്റെ വാട്ടർ ഇക്വലന്റ് ഇൻ ഗ്രാംസ് നമ്മൾ മെഷർ ചെയ്യും, അതിനെ സ്മോൾ W ആയിട്ട് എന്ത് ചെയ്തു, സ്മോൾ ലെറ്റർ W ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. പിന്നെ വെള്ളത്തിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആയിട്ട് പറഞ്ഞു, ഫൈനൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തു, T2 ആയിട്ട് എടുത്തു. പിന്നെ എന്ത് ചെയ്തു, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കോപ്പർ കലോറിമീറ്റർ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1. അതൊരു ഫോർമുലയാണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്, ലോവർ കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സിമ്പിളാണ്. നമ്മൾ ആദ്യം ഹയർ കലോറിഫിക് വാല്യൂ ആണ് മെഷർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെ, ഫ്യൂവൽ സാമ്പിളിന്റെ മാസ് ഉണ്ട്, അതേപോലെ തന്നെ കലോറിമീറ്ററിലുള്ള വെള്ളത്തിന്റെ മാസ് ഉണ്ട്, വാട്ടർ ഇക്വലന്റിന്റെ മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, 2 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കോപ്പർ കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ടോട്ടൽ വെയിറ്റ്, അതായത് വെള്ളത്തിന്റെ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പം മാസ് ഓഫ് വാട്ടർ ക്യാപിറ്റൽ ലെറ്റർ W, വാട്ടർ ഇക്വലന്റ് ഇൻ ഗ്രാം ആയിട്ടുള്ള സ്മോൾ ലെറ്റർ W കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസിനോട്
എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കോപ്പർ കലോറിമീറ്റർ. അതായത് കോപ്പർ കലോറിമീറ്റർ അബ്സോർബ് ചെയ്ത ഹീറ്റിന്റെ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് എന്ന് പറയുന്നത് ഏതിനോട് തുല്യം തന്നെയാണ്? ഫ്യൂവല് റിലീസ് ചെയ്ത ഹീറ്റും വാട്ടർ അബ്സോർബ് ചെയ്ത ഹീറ്റും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിച്ചു. എത്രയാണ്? W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1. അത് ആ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം കേൾക്കുമ്പോൾ ഒരു പ്രയാസമൊക്കെ തോന്നും, പക്ഷെ പിന്നീട് അത് സിമ്പിളായിട്ട് മാറുന്നതായിരിക്കും. അത് അതിൻ്റെ ഫോർമുലയാണ്. നമുക്കിപ്പം ഓരോന്നിനും ഓരോ ഫോർമുലാസ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങളോട് മാത്സിൽ ഇൻ്റഗ്രേഷനിൽ d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ അത് sin x ആണ് അല്ലേ, മൈനസ് sin x ആണ്. d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ മൈനസ് sin x ആണ്. ഓക്കെ അല്ലേ? എനിക്ക് ഒരു കൺഫ്യൂഷനായി. ഓക്കെ, അപ്പം അതേപോലെ ഓരോരോ ഫോർമുലകളുണ്ട്. അത് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടത് തന്നെയായിട്ട് വരും. സോ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കലോറിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, സോ HCV എന്ന് പറയുന്ന ഹയർ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനോട് ഈ ഒരു ഫ്യൂവലിന്റെ മാസ് ഡിവൈഡ് ചെയ്താൽ മതി. ഏതിനോട്? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കോപ്പർ കലോറിമീറ്ററിന്റെ ആ ഒരു ഫോർമുലയോട് എന്ത് ചെയ്താൽ മതി? ഫ്യൂവലിന്റെ മാസ് ഡിവൈഡ് ചെയ്താൽ മതി. എനിക്ക് പറയാൻ ഒരു പ്രയാസമുണ്ട്, കാരണം നിങ്ങളോട് ഞാൻ ഈ ഒരു ഫോർമുല ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാൽ ഉൾക്കൊള്ളാൻ പല കുട്ടികൾക്കും പറ്റില്ല. അത് സത്യമാണ്, എനിക്കും ആദ്യം അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് HCV മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ X. എക്സ് എന്ന് വെച്ചാൽ ഫ്യൂവലിന്റെ മാസാണ്. ക്യാപിറ്റൽ ലെറ്റർ W എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാസ് ഓഫ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ കലോറിമീറ്റർ ആണ്. സ്മോൾ ലെറ്റർ W എന്ന് വെച്ചാൽ വാട്ടർ ഇക്വലന്റ് ഇൻ ഗ്രാം ആണ്. പിന്നെ T2 മൈനസ് T1 എന്ന് വെച്ചാൽ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. HCV കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് LCV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. LCV എന്ന് വെച്ചാൽ ലോവർ കലോറിഫിക് വാല്യൂ ആണ്. അതായത് HCV മൈനസ് 0.09 H ഇൻറ്റു 587 ആണ്. ചെയ്താൽ മതി, അത് കിട്ടും. അപ്പം ഈ 0.09 H ഇൻറ്റു 587 ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വരും. ആക്ച്വലി അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്ത് തന്നെയായാലും അത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യവും അല്ല. ഇനി കൂടുതലായിട്ട് അറിയണമെന്നുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. സോ HCV കിട്ടിക്കഴിഞ്ഞാൽ LCV കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്പം നിങ്ങൾ ഈ കാൽക്കുലേഷൻ വെറുതെ ചിന്തിച്ച് ഒന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു കാൽക്കുലേഷനെ പറ്റിയിട്ടുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കാൽക്കുലേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പം തൽക്കാലം ഒരു കാര്യം പേടിക്കേണ്ട. ഓക്കെ ആണല്ലോ? കാൽക്കുലേഷൻ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഇപ്പം നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണ്? സോ ഇവിടെ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിനി മനസ്സിലാക്കാനുണ്ട്. പിന്നെ 2-3 പ്രോബ്ലംസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് എന്ത് വെച്ച് തുടങ്ങാം? കാൽക്കുലേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് തുടങ്ങാം കേട്ടോ. ഈ കാൽക്കുലേഷൻ പറഞ്ഞ് നിങ്ങൾ ആകെ എന്തൊക്കെയോ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. HCV കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്, LCV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ് എന്ന് മനസ്സിലായല്ലോ. മതി, ധാരാളം. അത് തന്നെ ആവശ്യത്തിലധികമാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.